നമസ്കാരം. ആഗോള ടെക് ഭീമന്മാർക്കൊക്കെ ഇപ്പോൾ കഷ്ടകാലമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉപയോക്താക്കളുടെ സ്വകാര്യതയിൽ കൈകടത്തിയതിന് കോടികൾ പിഴ ലഭിച്ച വാർത്തകൾ പുറത്തു വന്നതിന്റെ അമ്പരപ്പ് മാറുന്നതിന് മുമ്പേ ഇപ്പോൾ ഗൂഗിളിനെതിരെ ബ്രിട്ടൻ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഉപയോക്താക്കളുടെ ഓൺലൈൻ സെർച്ചിങ്ങിൽ കമ്പനി ആധിപത്യം സ്ഥാപിക്കുന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റിംഗ് അതോറിറ്റി അന്വേഷണം പ്രഖ്യാപിച്ചത്. ഓൺലൈൻ സെർച്ചിങ്ങിൽ ഗൂഗിൾ അമിതമായി ഇടപെടുന്നത് ഉപയോക്താക്കളെയും സേവനം നൽകുന്ന കമ്പനികളെയും ബുദ്ധിമുട്ടിലാക്കുന്നുവെന്ന പരാതികൾ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ അന്വേഷണം. ബ്രിട്ടനിലെ വെബ് സെർച്ചിങ്ങിൽ 90% നടക്കുന്നത് ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സെർച്ചിങ്ങിൽ സ്വന്തം കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോക്താക്കൾക്ക് നിർദ്ദേശിച്ചുകൊണ്ട് ഗൂഗിൾ ഉപയോക്താക്കളെ കബളിപ്പിക്കുന്നു എന്നതാണ് അന്വേഷണ അതോറിറ്റിയുടെ പ്രധാന ആരോപണങ്ങളിലൊന്ന്. ഗൂഗിളിന്റെ ഈ നടപടി ഉപയോക്താവിന്റെ തിരഞ്ഞെടുപ്പിനുള്ള അവകാശത്തിനു മേലുള്ള കടന്നുകയറ്റമോ കമ്പോളത്തിൽ മത്സരിക്കാനുള്ള മറ്റ് കമ്പനികളുടെ അവസരം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതാണ്. കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റേഴ്സ് അതോറിറ്റിക്ക് ഡിജിറ്റൽ മേഖലയിലെ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗിനെ കുറിച്ച് അന്വേഷിക്കാൻ അനുവാദം ലഭിച്ച ശേഷം നടത്തുന്ന ആദ്യ അന്വേഷണമാണിത്. പ്രധാനമായും 3 കാര്യങ്ങളിലാണ് ഗൂഗിൾ അന്വേഷണം നേരിടുന്നത്. സെർച്ചിങ്ങിൽ മറ്റ് കമ്പനികളെ തഴഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടു, എതിരാളികളായ സെർച്ച് എഞ്ചിനുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി, ബ്രിട്ടനിലെ ഉപയോക്താക്കൾക്ക് ലഭ്യമാകുന്ന സെർച്ചിങ് വിവരങ്ങൾ പരിമിതപ്പെടുത്തി എന്നിവയാണവ. ഗൂഗിളിന്റെ മാർക്കറ്റ് സ്ഥാനം ഉപയോക്താക്കളെയോ ബിസിനസ്സുകളെയോ ദോഷകരമായി ബാധിക്കുന്നില്ലെന്നും കമ്പനി ന്യായവും നൂതനവുമായ സേവനങ്ങൾ നൽകുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ അന്വേഷണം. ഗൂഗിളിന്റെ ആധിപത്യം മത്സരത്തെ തടസ്സപ്പെടുത്തുന്നില്ലെന്നും മറ്റ് സെർച്ച് എഞ്ചിനുകളും ഓൺലൈൻ സേവനങ്ങളും വിപണിയിൽ പ്രവേശിക്കുന്നതോ അവയുടെ ഓഫറുകൾ വിപുലീകരിക്കുന്നതോ തടയുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് നിലവിൽ CMA ലക്ഷ്യമിടുന്നത്. സെർച്ചിങ്ങിലും പരസ്യത്തിലും ഗൂഗിളിന്റെ വിപണി ആധിപത്യ മത്സരത്തെയും നൂതനത്വത്തെയും തടയുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ഏറെ ആശങ്ക ഉയർത്തുന്നതാണ്. സെർച്ചിങ്ങിൽ ഫലങ്ങൾ സ്വന്തം സേവനങ്ങളെ അനുകൂലിക്കുന്നതോ പരസ്യ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ആക്സസ് പരിമിതപ്പെടുത്തുന്നതോ പോലുള്ള മത്സര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഗൂഗിൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് റെഗുലേറ്റർമാർ അന്വേഷിക്കും. കമ്പനി ഡാറ്റ പരിരക്ഷണ നിയമങ്ങൾ അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതെന്നും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഉപഭോക്തൃ ഡാറ്റയും സ്വകാര്യതയും ഗൂഗിൾ കൈകാര്യം ചെയ്യുന്ന രീതിയും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുമുണ്ട്. അമേരിക്കൻ ഗവൺമെന്റും പൊതുസേവനങ്ങളെ പരിഷ്കരിക്കുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിപുലമായ സാധ്യതകൾ എടുത്തു കാണിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ജനുവരി 13 നടത്തിയ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ അന്വേഷണം. ബ്രിട്ടന്റെ കോമ്പറ്റീവ് ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി മത്സരാശങ്കകൾ പരിഹരിക്കുന്നതിന് ഗൂഗിളിനു മേൽ തീവ്രമായ നിരീക്ഷണം തുടരുകയാണ്. ബ്രിട്ടന് മുമ്പ് അമേരിക്കയിലും ഗൂഗിളിന്റെ ജനപ്രിയ ബ്രൗസറായ ക്രോം വിൽക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ബ്രൗസർ വിപണിയിൽ ഗൂഗിളിന്റെ ആധിപത്യം മറ്റ് കമ്പനികളുടെ മത്സരത്തെ തളർത്തുന്നു എന്ന ആശങ്കകൾ ഉയർന്നു വന്നതിനെ തുടർന്നായിരുന്നു അമേരിക്കയുടെ ഈ നടപടി. ജനുവരിയിൽ പ്രാബല്യത്തിൽ വരുന്ന ഡിജിറ്റൽ മാർക്കറ്റ് കോമ്പറ്റീഷൻ പുതിയ അധികാരങ്ങളെ തുടർന്നാണ് ഗൂഗിൾ സെർച്ചിനെതിരായ ഇപ്പോഴുള്ള അന്വേഷണ പ്രഖ്യാപനം. ഒരു കമ്പനിക്ക് തന്ത്രപരമായ മാർക്കറ്റ് സ്റ്റാറ്റസ് ഉണ്ടെന്ന് നിർണ്ണയിക്കുന്നതിന് മുമ്പ് നിരവധി നിബന്ധനകൾ പാലിക്കണമെന്ന് CMA നിർദ്ദേശിക്കുന്നുണ്ട്. സമ്മതമില്ലാതെ ഗൂഗിൾ വലിയ അളവിൽ ഉപയോക്തൃ ഡാറ്റ ശേഖരിക്കുന്നുണ്ടോ എന്നും ഇത് പരിശോധിക്കും. അന്വേഷണം പൂർത്തിയായാൽ CMAക്ക് മുന്നിൽ ഇനി 9 മാസമുണ്ട്. അന്വേഷണത്തിൽ ഗൂഗിളിനെതിരായ ആരോപണങ്ങൾ തെളിഞ്ഞാൽ ബ്രിട്ടനിലെ ഗൂഗിളിന്റെ പ്രവർത്തനങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേക്കാം എന്നതിൽ സംശയമൊന്നുമില്ല.